Good afternoon, sir. Yes, Jisna, good afternoon. Good afternoon, sir. Okay, Sanjana, good afternoon. Good afternoon, sir. Ramya Rajesh, good afternoon. Nadia, good afternoon. Good afternoon, sir. Okay, Aji, good afternoon. Good afternoon, sir. Okay, Asura, good afternoon. Okay, let us start. Okay, Ramya. അപ്പൊ ആരാണ് പ്രയർ? ഞാനാ sir. Okay, Ramya. You are my refuge. You are my fortress. You are my friend in need. You are my God. I will worship you with all of my heart. I will seek your face all through my life. I will serve you, Lord, with all that I have. Here I am. Here I am, oh Lord. Here I am, oh Lord. Here I am, oh Lord. Here I am. Thank you. Okay, Ramya. Very good, very good. Yes. ആരാണ് സൈനിങ് ഓൺ ആൻഡ് തോട്ട്? Signing Nana, sir. പറഞ്ഞോളൂ പ്രിയ. Good afternoon, sir. Good afternoon, my dear friends. I am Priya. I welcome you all to today's class session. Firstly, I welcome Job, sir. I hope today's class will be a great experience to all of us. Next, I would like to welcome Jisna to present today's thought and then Aksa to present today's story. Finally, we have Ramya here to sign out. Thank you, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ പ്രിയ. യെസ്, അടുത്തത്. Good afternoon, Job sir and my dear friends. My name is Jisna, student of Montessori class in 10th batch. Thought of the day is, you cannot climb the ladder of the success with your hand in your pocket, by Arnold Schwarzenegger. I repeat my thought, you cannot climb the ladder of the success with your hand in your pocket. Thank you. Have a nice day. Okay. Hard work is necessary. Okay, Jisna. Yes. അടുത്തത് സ്റ്റോറി. Speech ആണ്. പറഞ്ഞോളൂ. Good afternoon, respected teacher and my dear friends. Today I am here to present a speech on the importance of reading. Reading is a wonderful habit that helped our learn new things and explore different ideas. It improves our vocabulary, imagination and thinking skills. It is one of the most effective way to gain knowledge while improving your language skills. Reading also helps to relax and feel calm. I believe reading every day make me smarter and more creative. ഓക്കെ അക്സ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ രമ്യ, ഓക്കെ അസുര, സഞ്ജന. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ഓക്കെ ഷാമി, ഇന്ന് നമ്മള് പുതിയ ഒരു ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. അത് ചാപ്റ്റർ 9 ആണ്. 9. അത് കണ്ടീഷണൽ സെന്റൻസ് എന്നാണ് അതിന്റെ പേര്. കണ്ടീഷണൽ സെന്റൻസ്. ഓക്കെ. അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ്
കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് കടന്നെങ്കിലാണ് നിങ്ങൾക്ക് അത് പറയുമ്പോൾ പെട്ടെന്ന് എളുപ്പമാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. യെസ്, ഇംഗ്ലീഷില് എവിടെ എന്തെങ്കിലും ഒരു വാചകം നമ്മൾ എഴുതിയിരിക്കുന്നതോ ഒരു നോട്ടീസ് വരുമ്പോഴോ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റണം ഇത് ഏത് ടെൻസിലാണ് ഈ വാചകം എഴുതിയിട്ടുള്ളത്, വിച്ച് ടെൻസ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് ഇറ്റ്. അപ്പൊ ഇംഗ്ലീഷില് ഒരു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ആ 12 ടെൻസിന്റെ ഫോമിലെ ഇംഗ്ലീഷിൽ വാചകം എഴുതാൻ പറ്റും. അപ്പൊ ഏതൊക്കെയാണ് ആ 12 ടെൻസിന്റെ ഫോം? ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, അടുത്തത് സിമ്പിൾ പാസ്റ്റ് ആണ്, പിന്നെ സിമ്പിൾ ഫ്യൂച്ചർ ആണ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 12 ടെൻസിന്റെ ഫോം ഉണ്ട്. നമ്മൾ ഏത് വാചകം എടുത്തു കഴിഞ്ഞാലും ഈ 12 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും ആ വാചകം എഴുതുന്നത്, അല്ലാതെ വാചകം എഴുതാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ടെൻസ് എന്താണെന്നും അതിന്റെ മീനിങ് എന്താണെന്നും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാനൊക്കെ എളുപ്പമാണ്. അപ്പൊ ഞാനിപ്പോ വെറുതെ ഒരു വാക്ക് എടുക്കുക എന്ന് പറയുന്നൊരു വാക്ക് എടുക്കുക. എടുക്കുക എന്ന് പറയുന്നൊരു വാക്ക് എടുത്തിട്ട് 12 ടെൻസുകളിലൂടെ ഞാൻ വെറുതെ ഒന്ന് കടന്നുപോയി. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ എടുക്കാറുണ്ടെന്ന് അതിന്റെ അർത്ഥം. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് 12 അർത്ഥം അതിന് വരുന്നത്. ആ രീതിയിൽ അതിന്റെ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് ആ എടുക്കുക എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാക്ക് ഏതാണോ അതാണ് ചേർത്ത് കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ അത് വരുന്നു. പോവുകയായിരിക്കും, വരികയായിരിക്കും, അത് നമുക്ക് എഴുതാം. ഓക്കെ. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ ഏത് ടെൻസിലാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയണം. അപ്പൊ അത് നമുക്ക് വെർബ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പിന്നീട് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പക്ഷേ ഇപ്പൊ നമ്മൾ ഈ കണ്ടീഷണൽ സെന്റൻസ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കണ്ടീഷണൽ സെന്റൻസ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു 3-4 എണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയത്. അത് നമുക്ക് ഒന്നും കൂടി ഇനി പറയും, അത് പിന്നീട് പറയാം. കാരണം അല്ലെങ്കിൽ ഞാൻ കണ്ടീഷണൽ സെന്റൻസ് പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു 12 ടെൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ 12 ടെൻസിൽ ഒരു ടെൻസിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഒരു വാചകം കണ്ടു കഴിയുമ്പോൾ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതാണ് ചോദ്യം. അപ്പൊ അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക, പിന്നെ അതിൻ്റെ അകത്ത് വെർബ് ഏതാണെന്ന് നോക്കുക. ഇത്രയും മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ടെൻസ് അറിയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റും വെർബും ഏതാണെന്ന് നോക്കുക, അത്രയും മാത്രം മതി. യെസ്, നമുക്കറിയാം ഒരു വെർബിന് 3 കാലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ നമ്മൾ വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇതാണ് 3 ടെൻസ്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെ തന്നെ വേറൊരു പേരും കൂടി പറയും, V1, V2, V3. അങ്ങനെ പറഞ്ഞാലും സെയിം ആണ്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. ഇപ്പൊ നമുക്കറിയാം ഗോ എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഗോൺ. Go went gone. ഗോ വെന്റ് ഗോൺ. ഓക്കെ. ടേക്ക് ആവുമ്പോൾ ടേക്ക്, ടുക്ക്, ടേക്കൻ. Took, ടേക്കൻ, TAKEN, ടേക്കൻ. യെസ്. ഇപ്പൊ നമ്മൾ CUT, കട്ട് എന്ന് പറയുന്നു. ഇപ്പൊ പ്രസന്റ് ടെൻസ് കട്ടാണ്, പാസ്റ്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടുന്നതാണ്. 3 സെയിം ആണ്. അപ്പൊ ചില വാക്കുകളുടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ തന്നെയായിരിക്കും. ചിലതിന് 3 ഡിഫറൻ്റ് ആയിരിക്കും. ഗോ വെന്റ് ഗോൺ എന്ന് പറഞ്ഞ പോലെ.
ഇനിയും വേറെ ചിലതുണ്ട്. അതിൻ്റെ അകത്ത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ ഉള്ളതും പ്രസന്റ് ടെൻസ് വേറെ. എക്സാമ്പിൾ പറയാം. LOOK, ലുക്ക്, അത് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് LOOKED, ലുക്ഡ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് LOOKED, ലുക്ഡ്. എന്താ ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. അപ്പൊ അതിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. ഓക്കെ, യെസ്. അപ്പോ അപർണ രാഹുൽ, അപർണ രാഹുൽ. യെസ്, അപർണ രാഹുലിനെ കിട്ടിയില്ല. ഇപ്പോ നിലവിലുള്ള ഒരാൾ വിളിക്കും. അൻകിത. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് അൻകിത. സിമ്പിൾ ആണ്. സെന്റൻസ് ഇതാണ്: ഐ കട്ട് ദ വെജിറ്റബിൾസ് യെസ്റ്റർഡേ. സോറി സർ, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തേ സർ. ക്ലാസ് കിട്ടുന്നുണ്ടായിട്ടാ. ആക്ച്വലി എന്തോ പ്രശ്നമായിട്ടുണ്ട്. 1 വീക്ക് ക്ലാസ് ഏതും കിട്ടുന്നില്ല. ഇതിപ്പോ ആദ്യം എന്തോ ട്രൈ ചെയ്തിട്ടുണ്ടായത്. ഈ ക്ലാസ് എടുക്കുന്നത് ഞാനല്ലേ. ഇന്ന് ആര് നോക്കിയാലും കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് എന്തെന്ന് പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം സർ. ഓക്കെ ഓക്കെ. അതായത് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടാണ്, മൂന്നും കട്ട് തന്നെയാണ്. ഞാനൊരു സെന്റൻസ് പറയുന്നത് ഐ കട്ട് ദ വെജിറ്റബിൾസ് യെസ്റ്റർഡേ. അപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കട്ട് എന്ന് പറയുന്ന വേർഡ് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്? ഇതാണ് ചോദ്യം. ഐ കട്ട് വെജിറ്റബിൾ യെസ്റ്റർഡേ, ഇത് ഐ മീൻ കഴിഞ്ഞതല്ല സർ. അപ്പോ ഫസ്റ്റ്. യെസ്. ഓക്കെ. അപ്പൊ അൻകിത പറയുന്നു പാസ്റ്റ് ആണെന്ന്. അൻകിതയുടെ അഭിപ്രായത്തോട് വിഭിന്നമായ അഭിപ്രായമുള്ള ആർക്കെങ്കിലും പറയാം? അൻകിത പറഞ്ഞതിനോട് എതിരഭിപ്രായമുള്ള, അതായത് അൻകിത പറഞ്ഞതല്ല ശരി എന്ന അഭിപ്രായമുള്ള ആർക്ക് വേണമെങ്കിലും പറയാം. കാരണം ഒരെണ്ണം ആൻസർ പറഞ്ഞല്ലോ. യെസ്, ആരുമില്ല. ഓ, അൻകിതക്ക് ഭയങ്കര ജനപിന്തുണയുള്ള. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. കറക്റ്റ് ആണ് ഇവിടെ പറഞ്ഞത് അൻകിത. കാരണം അതിൻ്റെ അകത്ത് യെസ്റ്റർഡേ എന്ന് പറഞ്ഞൊരു വേർഡ് കിടപ്പുണ്ട്. ആ ടൈം വേർഡ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ പോയ സംഭവം പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആയ ഒരു ടെൻസിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സബ്ജക്റ്റ് നോക്കുക, പിന്നെ നമ്മൾ വെർബ് നോക്കുക, പിന്നെ ബാക്കിയുള്ളത് ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം ഒക്കെ അത് നമ്മൾ നോക്കണ്ട. ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. യെസ്, സബ്ജക്റ്റ്, വെർബ്. അപ്പൊ ഞാനിവിടെ ഒരു വാചകം പറയുന്നു: ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ആണ്, പേരാണ്. ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു വെർബാണ്, ക്രിയയാണ്, പ്രവൃത്തിയല്ലേ, കുടിക്കുക. യെസ്. അപ്പൊ ഞാനൊരു ചോദിക്കട്ടെ, തസ്നീം, തസ്നീം. ഓക്കെ, നിങ്ങൾക്ക് പേടിച്ചല്ലോ. നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, റിലാക്സ് ചെയ്തിട്ടോ. ഭാഗ്യം കൊണ്ടാണ് അതിനോട് ചോദ്യം ചോദിച്ചത്. യെസ്, അങ്ങനെ വരും, അല്ലാതെ ടെൻഷൻ അടിക്കല്ലേ. ആരെങ്കിലും ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കട്ടെ. ഇത് റിലാക്സ്, നമുക്ക് ലാവിഷായിട്ട് നമുക്ക് ആസ്വദിച്ച് പഠിച്ചാൽ. ഓക്കെ തസ്നി, അപ്പൊ ചോദ്യം ഇതാണ്. അപ്പോ ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുന്ന ആ ഡ്രിങ്ക് എന്ന് പറയുന്ന ടെൻസ്, വേർഡിന്റെ ടെൻസ് ഏതാണെന്ന് പറയാം? Present tense. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ഡ്രിങ്ക് പ്രസന്റ് ടെൻസ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ഡ്രാങ്ക്, DRANK. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രങ്ക്, DRUNK. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. പിന്നെ ഇൻ ദ മോർണിംഗ് ഉണ്ട്, അത് നമുക്ക് നോക്കണ്ട. സബ്ജക്റ്റും കിട്ടി, വെർബും കിട്ടി. അപ്പൊ സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ഈ സെന്റൻസ് എഴുതിയിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിലാണ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ചാൽ അതേതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. Simple present tense. ഓക്കെ, അപ്പൊ നേരത്തെ ഒരു സിമ്പിൾ പ്രസന്റ് എന്നൊരു ഹെഡിങ് എഴുതി. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. ഓക്കെ, അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ എഴുതുന്നത്. എസ്,
എസ് പ്ലസ് വി. വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് വി എന്നത്. എസ് പ്ലസ് വി. ആ വി എന്ന് എഴുതിയിട്ട് വിയുടെ ബ്രാക്കറ്റ് ചെയ്ത് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് എഴുതി പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിക്കുകയാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ രമ്യ രാജേഷ്, sir. ഒരു സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകം പറഞ്ഞു. അപ്പൊ സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ബാക്കി നിങ്ങൾ എന്തുകൊണ്ടും ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഒരു പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ് വേണ്ടത്. I ate breakfast in the morning. അവിടെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് രമ്യ. എയ്റ്റ് എന്നല്ല പറഞ്ഞത്, ഈറ്റ്. ആ, ഈറ്റ് ആണെങ്കിൽ കറക്റ്റ് ആണ്. എയ്റ്റ് ആണെങ്കിൽ പാസേഴ്സ് ആയി പോയി. I eat ബ്രേക്ക്ഫാസ്റ്റ് breakfast. ഇല്ലേ? ഓക്കെ രമ്യ. ഇനി അക്സ ജോയ്. അക്സ, പറഞ്ഞു സാർ. അക്സയുടെ ഒരു എക്സാമ്പിൾ വരട്ടെ. സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ഉപയോഗിക്കുന്ന അക്സയുടെ ഒരു എക്സാമ്പിൾ വരട്ടെ. സീത വാഷ് ക്ലോത്ത്. സീത വാഷ് ക്ലോത്ത്. ചെറിയൊരു കംപ്ലൈന്റ്. സീത എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. ഒരാളുണ്ടെങ്കിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ആ വെർബിന്റെ കൂടെ ഒരു എസ് കൊണ്ട് ചേർക്കും. സിമ്പിൾ പ്രസന്റിൽ മാത്രം വേറെ ചേർക്കരുത്. വാഷസ് അല്ല, സീത washes clothes. Okay, very good, very good. Jisna. Yes, sir. Yes, sir. I write the pen. In the book. I write the pen. I write the pen in the book. On the book, sir. In the book. ബുക്കിന്റെ ഉള്ളിൽ. മുകളിൽ. ഓക്കെ, ഓക്കെ. അപ്പോ ഐ റൈറ്റ് എ ലെറ്റർ ഇൻ ദ മോർണിംഗ്. അപ്പോ ഐ റൈറ്റ് ഒരു പേന കൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ കൊണ്ട് അർത്ഥം വരാൻ വേണ്ടി ഒരു വിത്ത് കൂടി ചേർക്കുക. ഐ റൈറ്റ് വിത്ത് എ പെൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത് മനസ്സിലായി. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഈജി രണ്ട് കുത്തിട്ട് ഐ ഡ്രിങ്ക് ടീ. ഐ drink, D-R-I-N-K, drink tea. I drink tea. ഇനി രണ്ട് ഓക്കെ, നിമ്മി കറക്റ്റ് ആണ്. ഓ, വെരി ഗുഡ്. ഐ വാച്ച് ഓൺലൈൻ ക്ലാസ്സസ്. വെരി ഗുഡ്. ലൈവായ എക്സാം ആണ് നിമ്മി എടുക്കുന്നത്. നിമ്മിയാണ് പഠിക്കുക. യെസ്. അടുത്ത് നമുക്ക് പറയാം. രണ്ടാമത്തെ ഹെഡിങ് ഏതിക്കും? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റിന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് ഓക്കെ സുജിത, എസ് പ്ലസ് വി എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ എഴുതുക പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ്. അപ്പൊ നമുക്ക് മനസ്സിലായി. ഇനി ഒരു മിനിറ്റ്. സബ്ജക്റ്റ് എഴുതി അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ സെന്റൻസിനെ പറയുന്ന പേരാണ് സിമ്പിൾ പാസ്റ്റ്. നമുക്ക് എക്സാമ്പിൾ പറയാം. I drank a cup of tea yesterday. ഇന്നലെ ഞാനൊരു കപ്പ് ചായ കുടിച്ചു. ഡ്രിങ്ക് എന്നുള്ളതിന് എന്ത് വന്നു? പാസ്റ്റ് ടെൻസ് വന്നു, ഡ്രാങ്ക്. She wrote a letter to her mother. അവളുടെ അമ്മയ്ക്ക് ഒരു കത്ത് എഴുതി. റൈറ്റ് എന്നുള്ള പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോട്ട്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഷാമി റെക്സ്. ഓക്കെ, ഷാമി ഒരു എക്സാമ്പിൾ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിന്റെ. സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇതുള്ളൂ. I take a bucket of water. അതിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഷാമി. ടേക്ക് എന്ന് പറഞ്ഞ ഏതാ ടെൻസ്? Sorry, I took. ഷാമി പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആണ്. അത് നമുക്ക് സിമ്പിൾ പ്രസന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ
ടേക്ക് എന്ന് പറയുന്നത് അതിന്റെ പാസ്റ്റ് ടെൻസ് took. I took a. Okay, okay, okay. പറഞ്ഞു അങ്ങനെ No problem. Yes, അബിക്ക് മനസ്സിലായി. ഷാമിക്ക് ശരി അറിയാമായിരുന്നു. കയ്യിൽ അറിയാണ്ട് വീണുപോയി. Okay. എന്തോ? I saw a film yesterday. Very good, very good. I saw a film yesterday. Okay, very good. Sanjana. സാർ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വേറെ ചെറിയ മോളുണ്ട്, തിരക്കുണ്ടാവും, ചിലപ്പോ ഫീഡ് ചെയ്യാവും. അതാന്ന് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിളിക്കണ കേട്ടു. ആരെയാണ് സമീറ പേടിക്കുന്നത്? പേടിയല്ല, ഫീഡ് ചെയ്യാവുന്ന്. ചെറിയ മോളുണ്ട്, 1.5 വയസ്സായ മോളുണ്ടേ. അപ്പൊ അവളെ കൂടെ പറയിപ്പിക്കാൻ നമുക്ക്. യെസ്, ഓക്കെ. സജന. പറഞ്ഞോളൂ സജന. സിംഗിൾ പാസ്റ്റ് ടൈം ആദ്യം. I once played football with my friends yesterday. I played football with my friends yesterday. It's a very good sentence. Very good. Okay, Sanjana. I played. I played. Where the past tense? Okay. Nadia. Yes. നാദിയ വരുമെന്ന് വിശ്വസിക്കാം. യെസ്. അപ്പൊ നമുക്ക് മനസ്സിലായി സിമ്പിൾ പാസ്റ്റ് എന്ന് പിടികിട്ടില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ അടിയിൽ എക്സാമ്പിൾ എഴുതി. എക്സാമ്പിൾ EG എന്ന് കുത്തിട്ട് അതിന്റെ എഴുതിയോ. I drank DRANK I drank a cup of tea. I drank a cup of tea. Okay. പേജ് നമ്പർ എത്ര? 95. പേജ് നമ്പർ ആരെങ്കിലും ഇട്ട് കൊടുത്തേ. യെസ്. ഇനി അടുത്ത ഹെഡിങ് എഴുതുക. അടുത്ത ഹെഡിങ്, ആ ഹെഡിങ് ഇതാണ്, സിമ്പിൾ ഫ്യൂച്ചർ. SIMPLE സിമ്പിൾ ഫ്യൂച്ചർ. FUTUR ഫ്യൂച്ചർ. ഓക്കെ. അത് കഴിഞ്ഞ അടിയിൽ എഴുതുക സബ്ജക്റ്റ് പ്ലസ് S പ്ലസ് വില്ല്. S പ്ലസ് വില്ല് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് വരക്കുക. സ്ലാഷ് will or shall, subject plus will ഒരു സ്ലാഷ് shall plus be verb എന്നുള്ളൊരു ഷോർട്ട് ഫോം be ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് PRESENT പ്രസന്റ് ടെൻസ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് എഴുതി, വില്ല് അല്ലെങ്കിൽ ഷാലിലെ ഏതെങ്കിലും ഒന്ന് എഴുതി, പിന്നെ ഒരു വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ആ എഴുതിയിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. സബ്ജക്റ്റ് എഴുതി, വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതി, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ സെന്റൻസ് എഴുതിയിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചറിലാണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം പറയുകയാണ്. I will drink. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത്, പ്രസന്റ് ടെൻസിന് ഉപയോഗിക്കാം. I will drink tea tomorrow. നാളെ ഞാൻ ചായ കുടിക്കും. ഇന്ന് കാപ്പിയാണ് കുടിച്ചത് അല്ല. I will drink tea tomorrow. നാളെ ഞാൻ ചായ കുടിക്കും. അപ്പൊ will അല്ലെങ്കിൽ shall ഉപയോഗിക്കുക, പിന്നെ പ്രസന്റ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസ്. അതായത് പ്രസന്റ് ടെൻസിന്റെ മുന്നിൽ വില്ലോ ഷാലോ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്യൂച്ചർ ഭാവികാലമായിട്ട് മാറി. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അജി ഒരു സിമ്പിൾ ഫ്യൂച്ചറിന്റെ എക്സാമ്പിൾ. I will call you back. വെരി ഗുഡ്. I will call you back. ഞാൻ നിന്നെ പിന്നീട് വിളിക്കും. യെസ്. ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. അടുത്തത് അസുറ. ഓക്കെ സുജിത. I will drive a car tomorrow. Yes, correct. Asura. Okay. Nimbi Xavier. Nimmi. I will make dinner. I will make dinner tonight. ഇന്ന് രാത്രി ഞാൻ. ഓക്കെ. വെരി ഗുഡ്. കറക്റ്റ് ആണ്. സീന ജോസ് പറയൂ. യെസ്.
Anisha, very good, very good. Okay. Sina Jose? Sina Jose, Ilagonu. Sruthi? Sir, I shall go for a walk tomorrow. Very good, very good. I shall go tomorrow. Very good, very good. Okay, Sina. Apa tu മനസ്സിലായില്ല? അപ്പോ ആ സിമ്പിൾ ഫ്യൂച്ചറിന്റെ അടിയിൽ എക്സാമ്പിൾ ചെയ്ത് I will എന്നുള്ള ശാലി ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. I will drink 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 tea. Okay. Yes. ഇനി അടുത്ത ഹെഡിങ് ഏത്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. യെസ്, പാസ്റ്റ് പെർഫെക്റ്റ് ചെയ്താൻ വേണ്ടിയിട്ട് എസ് പ്ലസ് ഹാഡ് പ്ലസ് HAD ഹാഡ് പ്ലസ് ഹാഡ് പ്ലസ് വി വെർബ് എന്നുള്ള ഷോർട്ട് ഫോം വി. അത് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ PP എന്നുള്ളത് കേട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാഡ് പ്ലസ് വെർബ്, വെർബിന്റെ മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാഡ്, പിന്നെ നമ്മൾ ഡ്രിങ്ക് എന്നുള്ളതിന്റെ മൂന്നാമത്തെ പോകും. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് ആണ് DRU. അത് ഉപയോഗിക്കാം. ഐ ഹാഡ് ഡ്രങ്ക് എ കപ്പ് ഓഫ് ടീ. ഷീ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഗ്രാമർ. STUDY സ്റ്റഡി എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോമാണ് സ്റ്റഡീഡ്. ഐ ഹാഡ് ഡ്രോൺ, ഡ്രോ വരയ്ക്കുക, അതിന്റെ ഫോം മൂന്നാമത്തെ ഫോം ഡ്രോൺ എ പിക്ചർ. ഞാൻ എന്ത് വരച്ചിട്ടുണ്ട്? ഒരു പടം വരച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഇല്ലെങ്കിൽ ഷാലെ പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഓക്കെ, ഇനി ആരാണ്? ശ്രുതി. യെസ്, ശ്രുതി. ശ്രുതിയില്ല. അമീഷ. അമീഷയില്ല. നിസാം. വിളിച്ചായിരുന്നോ? ആ, പിന്നെ അല്ലാണ്ട്. യെസ്, പറഞ്ഞോളൂ അമീഷ. സിമ്പിൾ അല്ല, പാസ്റ്റ് പെർഫെക്റ്റിന്റെ എക്സാമ്പിൾ പറയും. പാസ്റ്റ് പെർഫെക്റ്റ്. ആ, ഹാഡ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാവോ? മറക്കരുത്. കേട്ടില്ല സാർ, എന്തോ? ഹാഡ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോമേ ഉപയോഗിക്കാവൂ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് മറക്കരുത്. രാമു മെറ്റ് കാവ്യ റെസ്റ്റോറന്റ്. നമ്മൾ ഈ പറഞ്ഞതായിട്ട് വന്നില്ല, പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വന്നില്ല. അത് സിമ്പിൾ പാസ്റ്റിലെ വരുള്ളൂ. യെസ്, മെറ്റാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആയി. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് റെഡിയാക്കാം. നിസാമില്ല. അനീഷ, അൻവർ. യെസ്, തൊണ്ടയിൽ കിച്ച് കിച്ച്. പറഞ്ഞോളൂ അനീഷ. സുജിത കറക്റ്റ് ആണേ. യെസ്, അപ്പോ അടുത്ത ആളെ വിളിക്കാം. സിയയും ഇല്ല. ദെൻ പ്രിയ. ആ, ഓക്കെ, സിയ വന്നു. പറഞ്ഞോളൂ. പാസ്റ്റ് പെർഫെക്റ്റ് ആയ. ആ, ഓക്കെ. ആ, ഓക്കെ, അനീഷ പറഞ്ഞോളൂ. I had cut a paper. I had Cut a paper.
കറക്റ്റ് ആണ്. ഐ ഹാഡ് കട്ട് എ പേപ്പർ, കറക്റ്റ് ആണ്. കട്ട് എന്ന് പറഞ്ഞാൽ ഹാഡ് കട്ട് ആയതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, പ്രിയ പറയാമോ? പ്രിയ. ഓക്കെ, വെൽക്കം. Sir, പറഞ്ഞോളൂ. I had visited the museum. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ഹാഡ് വിസിറ്റഡ് ദ മ്യൂസിയം. വിസിറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വിസിറ്റഡ്. ഓക്കെ, അമീഷ, ഈ മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞോളൂ അമീഷ. അസൂറ പറയുന്നു ഹാഡ് കട്ട് വെജിറ്റബിൾസ്. ഓക്കെ, ഐ ഹാഡ് കുക്ക് എ ബിരിയാണി. ഐ ഹാഡ് വാച്ച്ഡ് എ ഹൊറർ മൂവി. ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ ഇപ്പൊ. ഓക്കെ, അപ്പോ ഇതിന്റെ എക്സാമ്പിൾ ചെയ്തു. എക്സാമ്പിൾ, ഐ ഹാഡ് ഡ്രങ്ക്, DRUNK കേട്ടോ, ഡ്രങ്ക് TEA. യെസ്. ഇനി അടുത്ത ഒരു എഴുതിക്കോളൂ, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അടുത്ത ഹെഡിങ് എഴുതുക, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതുക സബ്ജക്ട് എസ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ. വില്ല് കഴിഞ്ഞൊരു സ്ലാഷ് പിന്നെ ഷാൽ. വിൽ ഓർ ഷാൽ പ്ലസ് അത് കഴിഞ്ഞതിന് ശേഷം ഹാവ്, HAVE, ഹാവ്. HAVE, ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം വി പ്ലസ് വി പ്ലസ് വി. ആ വിന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ഏതൊരു പറയാം, സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ കൂടെ പറയാം. ഐ വിൽ ഹാവ് ഡ്രിങ്ക് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം ഡ്രങ്ക്, DRUNK. ഐ വിൽ ഹാവ് ഡ്രങ്ക് എ കപ്പ് ഓഫ് ടീ. വേറെ നമുക്ക് പറയാം, ഷീ വിൽ ഹാവ് റിട്ടൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഷീ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. അടുത്ത നമുക്ക് പറയാം, ഹി വിൽ ഹാവ് ടോട്ട്, TAUGHT. ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടോട്ട്. ടീച്ച്, ടോട്ട്, ടോട്ട്. ഹി വിൽ ഹാവ് ടോട്ട് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സബന. സബന പറഞ്ഞോളൂ. സബന, ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റിന് എക്സാമ്പിൾ പറഞ്ഞു. She will have danced. പറ്റോ? വെരി ഗുഡ്, വെരി ഗുഡ്. പറ്റോന്നല്ല, അതേ പറ്റൂ. കറക്റ്റ് ആണ്. സബന പറഞ്ഞാൽ തെറ്റൂ. യെസ്, അഞ്ജന പറഞ്ഞോളൂ. ഓക്കെ 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 ഓക്കെ. ഓ, സുജിത, വെരി ഗുഡ്, വെരി ഗുഡ്. സുജിത പറയുന്നു വി വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ടെൻസ്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അൻകിത പറഞ്ഞോളൂ അൻകിത. ഇനി ഇപ്പൊ വൈകി വന്നു എന്ന് പറയില്ലല്ലോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു എക്സാമ്പിൾ പറയും. സബ്ജക്ട് കഴിഞ്ഞിട്ട് വിൽ അല്ലെങ്കിൽ ഷാല് വേണം, പിന്നെ ഹാവ് വേണം, പിന്നെ വെർബ് വേണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാം. വിൽ ഹാവ് ഈറ്റൻ ബിരിയാണി എന്നാക്കിക്കോ. ഓക്കെ, അനീഷ കറക്റ്റ് ആണ്. അൻകിത പറഞ്ഞോളൂ. I shall have കിട്ടുന്നില്ല സർ. I shall have ഉപയോഗിച്ചോ. ഓക്കെ രമ്യ കറക്റ്റ്. I shall have used it. I shall have mistaken you. അപ്പോൾ വെർബിന്റെ മൂന്നാമത്തെ ഫോം നമുക്കറിയാമെങ്കിൽ പറയാം. I shall have liked you.
Like I shall have liked you. ഓക്കെ ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിവിടെ 5 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പിന്നെ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് അല്ല ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് 5. ഓക്കെ 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 ഓക്കെ. ശ്രുതി ഈ ING ചേർക്കണ്ട, അതിന് മുകളിലേക്ക് കേട്ടോ. ING ഇല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ. ഓക്കെ, ഇനി ഞാനിവിടെ വേറൊരു വാചകം പറയുകയാണ്. ആ വാചകം ഇതാണ്, അത് എനിക്ക് when I went there she was sleeping. Okay, sentence ആണ്. When I went there she was sleeping. അപ്പോ തസ്നീം. Yes, sir. ഓക്കെ, ഈ വാചകം ഇഷ്ടപ്പെട്ട ഇത് കറക്റ്റ് ആണോ? ആണാ? അല്ല. അല്ല, എവിടെയാണ് മിസ്റ്റേക്ക് തസ്നീക്ക് തോന്നിയത്? When I went there she was sleeping. When I was sleeping. അപ്പൊ ഉറങ്ങുന്നത് ഞാനാവും. അവളാണ് ഉറങ്ങിയത്. അവളാണ് ഉറങ്ങിയത്, ഞാൻ ഉറങ്ങിയിട്ടില്ല. അവളാണ് ഉറങ്ങിയത്. തസ്നീം പറയുമ്പോൾ ഞാനായിപ്പോ ഞാൻ ഉറങ്ങി, അവളെ ഉറങ്ങിയതാക്കണം. When she was sleeping, I went there. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ വാചകത്തിന്റെ അർത്ഥം എന്താണ് തസ്നീമേ? അവൾ ഉറങ്ങിയപ്പോൾ ഞാൻ പോയി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞ വാചകം കറക്റ്റ് ആയിരുന്നു കേട്ടോ. അവിടെ തന്നെ വരുള്ളൂ. ഓക്കെ, അവിടെ തന്നെ പോലെ 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 വേറെ ചില ആവശ്യങ്ങളുണ്ട്. ഓക്കെ, when I went there ഞാൻ അവിടെ ചെന്നപ്പോൾ she was sleeping അവൾ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങിയായിരുന്നു. അതെ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൾ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. When I went there she was sleeping. ഇതാണ് നമ്മുടെ ഇവിടെ വാചകം. അപ്പൊ ഈ സെന്റൻസിനെ നമുക്ക് വേണമെങ്കിൽ 2 കഷ്ണമാക്കാം. എവിടെ ഇടും തസ്നീമേ? നമുക്കൊരു കോമഡി ആണെങ്കിൽ ഡെയർ വരും. ഡെയർ കഴിഞ്ഞിട്ട് കോമഡി അല്ലെ? When I went there, she was sleeping അവൾ ഉറങ്ങിയായിരുന്നു. അപ്പൊ ദയർ കഴിയുമ്പോൾ നമുക്കൊരു കോമഡി ഇടാം. അപ്പൊ നമുക്ക് പറയാം ഇതിന് 2 ഭാഗങ്ങളാക്കാം. ഒരു ഭാഗം when I went there എന്നുള്ളതും അടുത്തത് she was sleeping എന്നുള്ളതും. ഓക്കെ, ആ when I went there എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ പറയും ഒരു ക്ലോസ് എന്ന് പറയും. ആ ക്ലോസിന്റെ അർത്ഥം CLEUSE ആണ് സ്പെല്ലിംഗ്. വേറൊരു ക്ലോസ് ഉണ്ട്, അവളെ അങ്ങ് ക്ലോസ് ചെയ്തായിരുന്നു പറയാറില്ലേ, തട്ടിക്കളഞ്ഞ. യെസ്, ആ ക്ലോസ് അല്ല, CLAUSE ക്ലോസ്. അപ്പോ 2 ക്ലോസ് ഉണ്ട് ഇതിനകത്ത്. ഒന്ന് when I went there എന്ന് പറയുന്ന ഒരു ക്ലോസും she was sleeping എന്ന് പറയുന്ന ഒരു ക്ലോസും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം തസ്നീം. when I went there എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇതൊന്നുകൂടെ പറയൂ സാർ, മനസ്സിലായില്ല. യെസ് സബന, നമ്മൾ ഈ സെന്റൻസിനെ നമുക്ക് 2ആയിട്ട് നമ്മൾ വിഭജിച്ചു, ഒരു കോമയിട്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നുള്ളത് ഒരു ഭാഗവും അവൾ ഉറങ്ങുകയായിരുന്നു എന്നുള്ള 2ാമത്തെ ഭാഗം. ഞാൻ വിളിച്ചപ്പോൾ അവൾ കൊഞ്ചനം കാണിച്ചു. അപ്പൊ നമുക്ക് 2ആക്കാം. ഞാൻ വിളിച്ചപ്പോൾ അതുവരെ 1, അവൾ കൊഞ്ചനം കാണിച്ചു എന്നുള്ള 2ാമത്തത്. കേട്ടാ, 2ആക്കാലോ നമുക്ക്. കോമഡി. ഓക്കെ, അതുപോലെ നമ്മളിവിടെ 2ആക്കി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം ഞാൻ അതിലെടുക്കരുത്. 2ാമത്തെ വാചകം ഇല്ലാന്ന് വിചാരിക്കും. ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ള സംഗതി ഇല്ലാന്ന് വിചാരിക്കും. ഇത്രേ ഉള്ളൂ. when I went there. അപ്പൊ തസ്നീം, അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ? മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ? അത്രയും പറയുള്ളൂ. കംപ്ലീറ്റ് ആയില്ല. കറക്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ തസ്നീം വന്നിട്ട് സബനോട് പറയാ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് പോയി കഴിഞ്ഞാല് സബന എന്ത് വിചാരിക്കും? തസ്നീമില്
ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇത് ഇന്നിപ്പോ എന്ത് പറ്റിയാവും ഒത്തുകരിക്കില്ല. കാരണം എന്താണ്, അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. വെൻ ഐ വെന്റ് ദയർ എന്ന് മാത്രം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല അല്ലെ? അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ 2 ക്ലോസുകളായിട്ട് വിഭജിച്ചിട്ട് ഏതെങ്കിലും ഒരു ക്ലോസിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ല എങ്കിൽ ആ ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. എന്താണ് പേര്? സബോർഡിനേറ്റ്. അപ്പൊ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് നമ്മൾ ഇപ്പോഴും കണ്ടീഷനിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ പറയണം. അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? ഒരു സെന്റൻസിനെ നമുക്ക് പല ക്ലോസുകളായിട്ട് വിഭജിക്കാം. ആ ക്ലോസുകളായിട്ട് വിഭജിച്ചതില് അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളെ നമുക്ക് എന്ത് പറയാം? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. ഓക്കെ, അതിനെ വരുമ്പോ പിടികിട്ടിയല്ലോ. തസ്നീമിനോട് തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. വെൻ ഐ വെന്റ് ദയർ എന്നുള്ളത് ഇല്ല എന്ന് വിചാരിക്കും, ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ. ഷീ വാസ് സ്ലീപ്പിംഗ്, അർത്ഥം പൂർത്തിയാവുന്നുണ്ടായില്ലയോ? ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. ബാക്കി കൂടി ഇല്ലേ? എന്താണ്? പൂർത്തിയായിട്ടില്ല. പൂർത്തിയായിട്ടില്ല. അപ്പൊ തസ്നീം പറയുന്നത് ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ അർത്ഥം പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നു. ഇനി വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? It's completed. She was കംപ്ലീറ്റ് ആയില്ലേ? അർത്ഥം കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പൊ തസ്ലീമേ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ. ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങിയായിരുന്നു. അതിന്റെ അകത്ത് തെറ്റൊന്നും കാണുന്നില്ലല്ലോ, കംപ്ലീറ്റ് ആയില്ല. മറ്റത് പോയപ്പോൾ, വന്നപ്പോൾ നമ്മളൊരു ഒരു സ്ഥലത്തോട് നിർത്തുക ചെയ്തത്. ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങിയായിരുന്നു. കറക്റ്റ് കാര്യമല്ലോ, അവൾ ഉറങ്ങിയായിരുന്നു. യെസ്, ഞാൻ ചെന്നപ്പോഴാണ് അവൾ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതാണ് നമ്മൾ. അപ്പൊ അവിടെ അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. ഷീ വാസ് സ്ലീപ്പിംഗ്. അപ്പൊ അങ്ങനെ അർത്ഥം പൂർത്തിയാകുന്ന ക്ലോസുകളെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? മെയിൻ ക്ലോസ്. അപ്പോ ഇനി ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്ന് ഇംഗ്ലീഷിൽ പറയണം. എ സെന്റൻസ് ദാറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു ഡിഫറെന്റ് ക്ലോസസ്. They are subordinate clause and main clause. If the meaning is incomplete, that is called subordinate clause. If the meaning is complete, that is called main clause. Okay? ഇതൊന്ന് എഡിറ്റ് എടുക്കട്ടെ, സ്ലോ ആയിട്ട് പറയാമോ? മനസ്സിലാക്കി വെക്കാൻ മനസ്സിലാക്കി കിട്ടണല്ലേ? അത് കിട്ടി സർ. ജസ്റ്റ് ഒരു നോട്ടായിട്ട് എഴുതാൻ വേണമായിട്ട് ഇംഗ്ലീഷില്. അത് മലയാളത്തിലില്ലല്ലോ എഴുതാൻ, പ്രശ്നമായി. ഓക്കെ 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 നമ്മളെ മറ്റേ വിഷയത്തോട് വന്നിട്ടില്ല. അപ്പോഴൊക്കെ വരുമ്പോൾ റെഡി ആവുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ഇംഗ്ലീഷില് ഒരു സെന്റൻസിനെ പല ക്ലോസുകളായിട്ട് വിഭജിക്കാം. അങ്ങനെ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിനെ പല ക്ലോസുകളായിട്ട് വിഭജിക്കുമ്പോൾ 2 രീതിയിലുള്ള ക്ലോസുകളാണ് ഉണ്ടാവുന്നത്. ഒന്ന് മെയിൻ ക്ലോസ് എന്നും ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയുന്നു. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം പൂർത്തിയാകുന്നില്ല. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം പൂർത്തിയാവുന്നത്. ഇനി ഈ സബോർഡിനേറ്റ് ക്ലോസിനെ തന്നെ വേറൊരു പേരും കൂടി പറയും. അതിനെ പറയുന്ന പേരാണ് ഡിപ്പെൻഡിങ് ക്ലോസ്. ഇതിന് എല്ലാവരും കൂടി പറയുന്നത് അതങ്ങോട്ട് മറന്നേരും, ഇങ്ങനെ ഒരു പേരുണ്ട് എന്ന് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ മെയിൻ ക്ലോസിനെ തന്നെ വേറൊരു പേരും കൂടി പറയും, പ്രിൻസിപ്പൽ ക്ലോസ്. അതും അങ്ങ് മറന്നേര്. കാരണം പല പല പേരുകൾ വന്ന് കൺഫ്യൂഷൻ ആക്കേണ്ട. ഇങ്ങനെ 2 പേരുകൾ ഇനി വേറെ ഇട്ടുന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഈ സംഗതി പിടികിട്ടിയല്ല. ഓക്കെ, ഇനി അടുത്തൊരു വാചകത്തിലോട്ട് നമുക്ക് വരാം. എനിക്ക് ഇഫ് യു വർക്ക് ഹാർഡ്, WORK, വർക്ക് വെൽ, ഹാർഡ് വേണ്ട, വെൽ, WELL, വെൽ. If you work well, you will pass pass SSLC examination. You will pass SSLC examination. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു വാചകം വരുന്നു, നീ അത് നോക്കിയാൽ മതി കേട്ടോ. അതായത് സുജിത
സുജിത ഹായ് പറയൂ. സുജിത പറയണതൊന്നും കേൾക്കുന്നില്ല. സുജിത പറയുന്നൊന്നും കേൾക്കുന്നില്ല ഞങ്ങള്. നോക്കിയാ എന്തെങ്കിലും തെറ്റ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. സമീറ ഹലോ സർ. എവിടെ? ആരാണ്? ഹലോ സർ, സമീറയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ സമീറ അല്ലേ പറഞ്ഞേ? ഓക്കെ സമീറയുടെ മകൻ അല്ലെങ്കിൽ മകൾ 9ൽ നിന്ന് ജയിച്ച് 10ലോട്ടായി എന്ന് വിചാരിക്കും. പഠിക്കാൻ ഇത്ര വലിയ മിടുക്ക ഉള്ള കുട്ടിയൊന്നും അല്ല, എന്നാലും ബുദ്ധിയുണ്ട്, അതറിയാം. കാഞ്ഞ ബുദ്ധിയാണെന്ന് അറിയാം സമീറക്ക്. അപ്പൊ അവൻ ചിലപ്പോ നന്നായിട്ട് പഠിക്കാൻ, ഞാൻ എക്സാമ്പിളായിട്ട് പറയണത്, ഒറിജിനലല്ല. അപ്പൊ സമീറയുടെ കുട്ടി 9ൽ നിന്ന് ജയിച്ച് 10ലേക്കായി. പക്ഷെ 10ാം ക്ലാസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി തുടങ്ങിയിട്ടില്ല. അവനോട് ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പോ അവനോട് സമീറ ഒരു ഉപദേശ രൂപേണ പറയുകയാണ്, നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. അല്ല, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇഫ് യു വർക്ക് വെൽ, കഠിനമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ യു വിൽ പാസ്. അല്ലേ? എന്താ പറയുക സമീറ? അല്ലേ? യെസ്. അപ്പൊ ഇഫ് യു വർക്ക് വെൽ യു വിൽ പാസ്. ഇവിടെ കിട്ടിയാലോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇതിനെ നമുക്ക് 2 ക്ലോസ് ആക്കണമെങ്കിൽ എവിടെ നമുക്കൊരു കോമ ഇടാൻ പറ്റും സമീറ? ഇഫ് യു വർക്ക് വെൽ, കോമ, യു വിൽ പാസ് SSLC എക്സാമിനേഷൻ. വെരി ഗുഡ്. ഇതിന്റെ അകത്ത് അപ്പൊ 2 ക്ലോസ് കിട്ടി. ഇതിന്റെ അകത്ത് മെയിൻ ക്ലോസ് ഏതാണ്? സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ് സമീറ? മെയിൻ യു വിൽ പാസ് SSLC എക്സാമിനേഷൻ ആണോ? ഒരു മിനിറ്റ്, എല്ലാവരും മനസ്സിൽ വിചാരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന സമീറയാണെങ്കിലും നിങ്ങളും ഒരു ഉത്തരം മനസ്സിൽ കണ്ടെത്തുക. ഓരോരുത്തരും അത് സമീറ പറയുന്ന ഉത്തരം വേണ്ടി യോജിക്കുന്നുണ്ടാവും നോക്കുക. ഓക്കെ സമീറ, ഒന്നുകൂടി പറഞ്ഞോളൂ. യു വിൽ ഗെറ്റ് വൺ മോർ ചാൻസ്. പറഞ്ഞോളൂ. യു വിൽ പാസ് SSLC എക്സാമിനേഷൻ മെയിൻ ക്ലോസ്. ഇഫ് യു വർക്ക് വെൽ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. സമീറ, യു ആർ റൈറ്റ്, യു ആർ ഇന്റലിജന്റ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആണ് സമീറ പറഞ്ഞത്. ഇഫ് യു വർക്ക് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ 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 സുജിത, മെയിൻ ക്ലോസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു ചോദ്യം കൂടി സമീറോട് ചോദിച്ചോട്ടെ. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന ആ ക്ലോസ് നമ്മൾ ഇപ്പൊ പഠിച്ച 5 ടെൻസില് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയാമോ? ഇഫ് യു വർക്ക് വെൽ എന്ന് പറയുന്ന ആ സെന്റൻസ് എന്തോ സിമ്പിൾ പ്രസന്റ് ആണോ? ആണോന്നല്ല, സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറ. വെരി ഗുഡ്. സിമ്പിൾ പ്രസന്റ് ആണ്. കാരണം എന്താ മനസ്സിലായി? സമീറക്ക് അത് മനസ്സിലായി. കാരണം സബ്ജക്ട് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ യു സബ്ജക്റ്റ് ആണ്, WORK വർക്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. അപ്പൊ അതിന്റെ വലിയൊന്ന് മനസ്സിലായി. സബ്ജക്ട് വെർബിന് ബാക്കിയുള്ളതൊന്നും നോക്കണ്ട. അപ്പോ അത് മനസ്സിലായി. ആ ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് മനസ്സിലായി. ഒരു ചോദ്യം കൂടി സമീറ, ബാക്കിയുള്ളത് മെയിൻ ക്ലോസ് ഐ വിൽ പാസ്, യു വിൽ പാസ് എക്സാം SSLC എക്സാമിനേഷൻ ഉള്ളത് ഏത് ക്ലോസ്, ഏത് ടെൻസിൽ വരും? നമ്മൾ പറഞ്ഞ ഈ 5 ടെൻസിൽ ഏതിൽ വരും? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. മിടുക്കി. വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് ആണ് സമീറ പറഞ്ഞത്. കാരണം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, യു വിൽ പാസ്. യു സബ്ജക്റ്റ് ആണ്, പിന്നെ വില്ല് അല്ലെങ്കിൽ ഷാലിലെ വില്ല്, പിന്നെ പാസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. അപ്പൊ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ നമുക്ക് പറയാം ഈ സെന്റൻസിന്റെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലും മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറിലുമാണ്. യെസ് അല്ലെ? ഇതാണ് ഈ കണ്ടീഷണൽ സെന്റൻസിന്റെ ഒരു നിയമം. തന്നിരിക്കുന്ന വാചകത്തിന്റെ ശ്രദ്ധിക്കണം, ഇതാണ് നമ്മൾ പറയുന്നത്, ഗ്രാമറിൽ വരുന്നത്. തന്നിരിക്കുന്ന വാചകത്തിന്റെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ
അപ്പുറത്ത് എഴുതുന്നത് സിമ്പിൾ ഫ്യൂച്ചറിലുള്ളതായിരിക്കണം. അപ്പൊ അപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ വില്ല് വെച്ച് എഴുതാം, കുഴപ്പമില്ല. പക്ഷെ കുഡ് എന്ന് വെക്കരുത്. ഷാല് വെച്ച് എഴുതാം, പക്ഷെ ഷുഡ് എന്ന് വെക്കരുത്. ക്യാൻ വെച്ച് എഴുതാം, പക്ഷെ കുഡ് എന്ന് വെക്കരുത്. മേ വെച്ച് എഴുതാം, പക്ഷെ മൈറ്റ് എന്ന് വെക്കരുത്. യെസ്. അപ്പൊ എന്തൊക്കെ വെച്ച് എഴുതാൻ പറ്റും? ഇപ്പുറത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉള്ളതാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബില്ലാണ് എഴുതിയത്. ബില്ലിന് പകരം ഷാലായാലും കുഴപ്പമില്ല, ക്യാൻ ആയാലും കുഴപ്പമില്ല, മേ ആയാലും കുഴപ്പമില്ല. ഈ 4 വാക്കുകൾ വെച്ച് ഇപ്പുറത്ത് വരാവൂ. മാറി വന്നാൽ തെറ്റാണ്. വേറെ ഏത് അവിടെ വന്നു കഴിഞ്ഞാലും അത് മിസ്റ്റേക്ക്. യെസ്, ഇവിടെ കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. തന്നിരിക്കുന്ന വാചകത്തിന്റെ കണ്ടീഷണൽ സെന്റൻസിൽ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. ഈ ഒരു സാധനം അവിടെ എഴുതി വെച്ചേക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഞാൻ നിങ്ങൾക്ക് ഒരു വാചകം പറയുക, ആ വാചകം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ 26 പേരുണ്ട്. ഈ 26 ടൈപ്പിൽ വരും. കാരണം ഓരോരുത്തർ അവരവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, എഴുതിക്കോ. ഇഫ് ഇറ്റ് റെയിൻസ്, RAINS, ഇഫ് ഇറ്റ് റെയിൻസ്, പിന്നെ ഒരു ഡാഷ് ഇടും. യെസ്, ഇത് നിങ്ങൾക്ക് അവിടെ പൂരിപ്പിക്കാം. നോക്കിയേ, ഇഫ് ഇറ്റ് റെയിൻസ്, ഇറ്റ് സബ്ജക്റ്റ്, റെയിൻസ് പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. അപ്പൊ അപ്പുറത്ത് എന്ത് വന്നം? വില്ലോ, ഷാലോ, ക്യാനോ, മേയോ വെച്ചുള്ള വാചകം അപ്പുറത്ത് വന്നം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിച്ചു. ഇഫ് ഇറ്റ് റെയിൻസ് ഓരോരുത്തർക്കും അവരവരുടെ ഭാവനക്കനുസരിച്ച് പൂരിപ്പിച്ചു. Okay, Sujita, it's a correct answer. അപ്പുറത്ത് പറയേണ്ടത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും മാത്രം. ഓക്കെ അനീഷ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഓക്കെ രമ്യ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണല്ലോ. യെസ്, ആരെങ്കിലും ഒക്കെ തെറ്റിക്കുന്നേ, എന്നാലും എനിക്ക് പറയാൻ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. സീന ജോസിന്റെ ഐറ്റം ഇവിടെ പോകുന്നില്ലല്ലോ. എനിക്കിത് നല്ല രസകരമായിട്ട് പറഞ്ഞു. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നു. വെരി ഗുഡ്, സെന്റൻസ് കറക്റ്റ് ആണ്. യെസ്, നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ചെയ്തോ. മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിടരട്ടെ നിങ്ങളുടെ ഭാവന. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ അംഗൻവാടിയിൽ ചെല്ലുമ്പോൾ പഠിപ്പിക്കാറ്, മക്കളെ മഴ പെയ്യുകയാണെങ്കിൽ ബാക്കി പറയൂ, തകർക്കൂല പിള്ളേര്. യെസ്, അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഇറക്കാനുള്ള സംഗതിയാണ്. അതാണ് ഇതേ എക്സാമ്പിൾ തന്നെ പറയുന്നത്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ. ഉണ്ണിമേരി, സജന ആൻഡോ, രമ്യ പറയുന്നു You will need a umbrella. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ സൂഴ. ഓക്കെ, സുജിത പറയുന്നത് വി വിൽ പ്ലേ ഇൻ ദ. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മഴയത്ത് കളിക്കും അല്ലെ? യെസ്. മഴ വരുമ്പോ കൊള്ളണം, മഞ്ഞ് വരുമ്പോ മഞ്ഞ് കൊള്ളണം, വെയിൽ വരുമ്പോ വെയിൽ കൊള്ളണം, മാങ്ങ ഉണ്ടാവുന്ന കാലത്ത് മാങ്ങ തിന്നണം, ചക്ക ഉണ്ടാവുന്ന കാലത്ത് ചക്ക തിന്നണം. ഓരോ സീസണിൽ ഉണ്ടാകുന്ന ഭക്ഷണങ്ങളും കഴിക്കണം. യെസ്, ഓക്കെ. സിയ കറക്റ്റ് ആണ്. ഇഫ് ഇറ്റ് റെയിൻസ് ദ ഡ്രസ് വിൽ ഗെറ്റ് വെറ്റ്. ഓക്കെ ഓക്കെ.
there will be thunder and lightning ഒക്കെ നിമ്മി. യെസ്. സവന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി നോക്കി. വില്ല് കഴിയുമ്പോൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു, പ്രസന്റ് ടെൻസ്. തസ്നീമെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വില്ലോ ഷാലോ കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഓർക്കല്ലേ? ഓക്കെ. ഉണ്ണി പേര് പറയുന്നത് യു നീഡ് എ ഹോട്ട് ബ്ലാക്ക് ടീ അല്ലേ? ചിഹ്നം ചിഹ്നം അല്ലെ ഉണ്ണി പേര്? ചിഹ്നം ചിഹ്നം പെയ്യുന്ന മഴയും നേരിയ ചൂടുള്ള ഒരു കട്ടൻ ചായയും പിന്നെ ജോൺസൺ മാഷിന്റെ ഒരു പാട്ടും ഉണ്ടെങ്കിൽ ആ ജനാലയിലൂടെ പുറത്തേക്ക് മഴ വരുമ്പോൾ നോക്കി നിൽക്കാൻ. ഓക്കെ. അസൂറ പറയണ്ട. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ഈറ്റ് പരിപ്പുവട. വെരി ഗുഡ്, വെരി ഗുഡ് അല്ലെ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചായയുടെ കൂടെ, നേരിയ ചൂടുള്ള ചായയുടെ കൂടെ അസൂര തരുന്ന ഒരു മുറുമുറാന്നിരിക്കുന്ന ഒരു പരിപ്പുവടയും ഉണ്ടെങ്കിൽ അതിലൂടെ ജനലിലേക്ക് പുറത്തേക്ക് നോക്കി നിൽക്കാൻ നല്ല സുഖമാണ്. യെസ്. ഓക്കെ രമ്യ. യെസ്. നമുക്കൊക്കെ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവട്ടെ, പക്ഷെ ഇന്ന് വൈകിട്ട് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അത് ആസ്വദിച്ചോളണം. ഇതൊക്കെ മാറിയിട്ട് ആസ്വദിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ അന്ന് ചിലപ്പോൾ പറ്റിയെന്നില്ല. യെസ്. സബന പറയുന്നു ഐ വിൽ പ്ലേ ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു വഴിക്ക് നടക്കും. ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു സമയവും ആസ്വദിക്കാതിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇഫ് ഇറ്റ് റെയിൻസ് യു ഷാൽ ഗോ ഹോം. നീ വീട്ടിൽ പോകും. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മളിത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ടുള്ളൂ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്നെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ഉണ്ണിമേരിയെ തന്നെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ സിമ്പിൾ പ്രസന്റ് വരുന്നതും സിമ്പിൾ ഫ്യൂച്ചറും വരുന്നതും ഒരു എക്സാമ്പിളേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ബാലൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇതിന്റെ ബാലൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞത് തിരിച്ചിങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റും? വേറെ ഇതിനു മുമ്പുണ്ടായ ഒരു ക്ലാസ്സില് MT3 ആണോ 4 ആണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു കൊച്ചുണ്ടായിരുന്നു, കണ്ണൂരുള്ള ഒരു കുട്ടി. ഇത് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ അന്ന് പറയും, ആ കുട്ടി ഇങ്ങോട്ട് പറയും, സാറേ സാറ് പഠിപ്പിച്ചത് ഞാൻ തിരിച്ചു പഠിപ്പിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു ഓക്കെ, പക്ഷെ വെടിക്കെട്ടായിരുന്നു. കറക്റ്റ് നല്ല ക്ലീൻ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞു, വീട് റോഡ് സൈഡിലാണെങ്കിൽ വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് വെച്ചോളൂ, ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് എന്ന് പറയുന്ന ബോർഡ് വെച്ചോളൂ. കുട്ടികൾ ഒരു കൊച്ചു വന്നാൽ മതി, പിന്നെ അത് അടുത്ത കൊച്ചിനോട് പറഞ്ഞ് അടുത്ത കുട്ടിയോട് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞു. യെസ്. അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് ഞാൻ പഠിപ്പിച്ചത് ആർക്ക് തിരിച്ചു പറയാൻ പറ്റും? നല്ല രസകരമായിട്ട് ഇന്ന് നമ്മൾ ഇന്ന വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങളാണ്, ഇന്നതുപോലെയൊക്കെയാണ് പ്രസന്റ് ചെയ്യാനായിട്ട്. യെസ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സാർ. ആരും ഓക്കെ. ആരാണ്? സബന. ഓക്കെ, കരിയോ. ഞാന് പകുതി കുറച്ചായിട്ടാണ് കയറിയത്. അതിൽ നമ്മൾ സിമ്പിൾ ടെൻസില് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ V1, V2, V3 എന്ന് പറയും. അതില് ഗോ, വെന്റ്, ഗോൺ, ടേക്ക്, ടുക്ക്, ടേക്കൺ, കട്ട്, കട്ട്, കട്ട് അതൊക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. അതിൽ കട്ട് എന്നുള്ളത് V1, V2, V3 സെയിം ആയിരിക്കും. അതായത് ചില വാക്കുകളിൽ V1, V2, V3 സെയിം ആയിട്ടും ചില വേർഡ്സിൽ V2 ആൻഡ് V3 സെയിമും V1 ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കും. ദെൻ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഐ കട്ട് ദ വെജിറ്റബിൾ യെസ്റ്റർഡേ എന്നുള്ളതിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അതിൽ കട്ട് എന്നുള്ളത് പാസ്റ്റ് ആണ്, കാരണം യെസ്റ്റർഡേ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കട്ട് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ആയിട്ട് പറയും. പിന്നെ ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഡ്രിങ്ക് എന്നുള്ളത് പ്രസന്റ് ആയിട്ട് പറയും, ഒരു വെർബ്. അങ്ങനല്ലേ? ഞങ്ങളാണ് വിദ്യാർത്ഥികൾ, ധൈര്യമായിട്ട് പറഞ്ഞ സബന, കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അതിൽ സബ്ജക്റ്റ് വെർബ് പ്ലസ് വെർബ് ആണ്. വെർബിൽ നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് പറയുന്നത്. എക്സാമ്പിൾ പറയാൻ വെച്ചെങ്കിൽ നമുക്ക് ഐ ഈറ്റ് ഫുഡ് എന്ന് പറയാം. അപ്പോൾ അതിൽ ഐ സബായിട്ടും ഈറ്റ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പ്രസന്റ് ടെൻസ് ആണ് ഈറ്റ് എന്നുള്ളത്. പിന്നെ സിമ്പിൾ, പിന്നെ തന്നെ നമ്മൾ പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്.
അതിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ്, വെർബിൽ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഷീ റോട്ട് എ ലെറ്റർ എന്ന് പറയാം. ആണോ സർ? ശരിയാണോ? ഒക്കെ ശരിയാണ്, പറഞ്ഞത് അത്ര ശരിയാണ്. ഓക്കെ 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 ഓക്കെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് സിമ്പിൾ ഫ്യൂച്ചർ ആണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ ഫ്യൂച്ചറിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് വെർബ്, വെർബ് പ്രസന്റ് ടെൻസ് ആണ് വേണ്ടത്. എക്സാമ്പിൾ ഐ വിൽ ക്ലീൻ മൈ ഹൗസ് അല്ലെ, ഐ വിൽ ക്ലീൻ ടു മൈ ഹൗസ്, അങ്ങനെയാണോ? സൺഡേ നമ്മൾ വില്ല് ആഡ് ചെയ്തിട്ട് എഴുതി, ക്ലീൻ എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആയിട്ട് ക്ലീൻ എഴുതി. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റില് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഐ ഹാഡ് ഡ്രങ്ക് എ കപ്പ് ഓഫ് ടീ. ഹാഡ് യൂസ് ചെയ്തു, വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയി, ദെൻ എ കപ്പ് ഓഫ് ടീ അങ്ങനെ. പിന്നെ ദെൻ നെക്സ്റ്റ് വന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് വെർബ്, വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഷീ വിൽ ഹാവ് ഡാൻസ്ഡ്. വില്ലും ഹാവും യൂസ് ചെയ്തു, ഡാൻസ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ നമുക്കൊരു സെന്റൻസ് പറഞ്ഞു, വെൻ ഐ വെൻ ദെയർ ഷീ വാസ് സ്ലീപ്പിംഗ്. അതിൽ നമുക്ക് രണ്ട് ക്ലോസ് ആയിട്ട് തിരിക്കാം. വെൻ ഐ വെന്റ് എന്നുള്ളത് ഒരൊറ്റ സെന്റൻസ്, അത് സബോർഡിനേറ്റ് ക്ലോസും അല്ലെ. ഷീ ഐ വെൻ ദെയർ എന്നുള്ളത് ഒരു സെന്റൻസ്, അത് സബോർഡിനേറ്റും. ഷീ വാസ് സ്ലീപ്പിംഗ് അത് ക്ലോസ് ആണ്. കാരണം വെൻ ഐ വെന്റ് ദെയർ എന്നുള്ളത് കംപ്ലീറ്റഡ് സെന്റൻസ് അല്ല. സോ അതുകൊണ്ട് അത് സബോർഡിനേറ്റ് ആക്കി മാറ്റി. ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത് കംപ്ലീറ്റ് സെന്റൻസ് ആണ്. സോ ദിസ് സെന്റൻസ് ഈസ് മെയിൻ ക്ലോസ്. അതിന് പ്രിൻസിപ്പൽ ക്ലോസ് എന്നും നമ്മൾ പറയും. വേറൊരു നെയിം പ്രിൻസിപ്പൽ ക്ലോസ്, സബോർഡിനേറ്റിന് ഡിപ്പെൻഡിങ് ക്ലോസ് എന്നും പറയും. പിന്നെന്താ പറഞ്ഞേ? പിന്നെ നമ്മൾ പറയുന്നത് ഇഫ് യു വർക്ക് വെൽ യു വിൽ പാസ് SSLC എക്സാമിനേഷൻ. അതിൽ ഇഫ് യു വർക്ക് വെൽ എന്നുള്ളത് സബോർഡിനേറ്റ് ആണ്. അതിൽ വർക്ക് എന്നുള്ളത് നമ്മൾ സിമ്പിൾ പ്രസന്റും, യു വിൽ പാസ് SSLC എക്സാമിനേഷൻ എന്നുള്ളത് അതിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നിൽ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിളും പിന്നെ മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചറും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല അങ്ങനെ സെന്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ല അതൊരു റൂളാണ് അല്ലെ. തന്നിരിക്കുന്ന സെന്റൻസിൽ സബോർഡിനേറ്റ് സിമ്പിൾ പ്രസന്റും മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും ആയിരിക്കണം. അങ്ങനെയാണോ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സബന, വെരി ഗുഡ് വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഇപ്പേ സബനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് പറയണേ, എന്നെ വിളിക്കുകയാണെങ്കിൽ വരാം. കണ്ടോ? ഇഫ് യു കോൾ മീ ഐ വിൽ കം. കണ്ടോ? അത് സിമ്പിൾ പ്രസന്റ്. ഇഫ് യു കോൾ മീ, എന്നെ വിളിച്ചാൽ ഐ വിൽ കം. അല്ലെങ്കിൽ പറയാം, അമ്മായിയമ്മനോട് പറയാം, എന്നോട് സഹായം ആവശ്യപ്പെടും, ഞാൻ സഹായിക്കാം. ഇഫ് യു ആസ്ക് മീ ഹെൽപ്പ് ഐ വിൽ ഹെൽപ്പ് യു. സഹായം ആദ്യം ആവശ്യപ്പെടും. കണ്ട? ഇഫ് യു ആസ്ക് മീ പ്രസന്റൻസ് ആണ്, അപ്പൊ ഐ വിൽ ഹെൽപ്പ്. ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സംഗതിയാണ്. ഓക്കെ, സമയത്തിന്റെ കുറവുകളോട് സബന ഞാൻ നിർത്തിയത്. സബനക്ക് ഞാൻ വേറെ ചാൻസ് ഒക്കെ തരാം. ഓക്കെ, സബനയുടെ ഉള്ളില് ഒരു ടീച്ചർ ഉറങ്ങി കിടപ്പുണ്ട്. അപ്പോ സബന ഇതിനകത്ത് വെരി ഗുഡ് വെരി ഗുഡ്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മൾ കരുതി പോകുമ്പോൾ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും, ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകും അല്ലെ. അപ്പൊ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞിട്ട് അപ്പൊ തന്നെ പറഞ്ഞതല്ലേ, അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന അപാകതകൾ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് സൈനോ. ആരാണ്? ഞാനാണ് സാർ, രമ്യ തോമസ്. ഓക്കെ ഓക്കെ ഓക്കെ. Good afternoon, sir.
I would like to thank you for your guidance and support throughout the lesson. Your explanation and examples helped us understand. And finally, summarized Sabana explained today's class section. Thank you, Sabana, and thank you, my dear friends. Once again, thank you, Job sir. Have a nice day. Signing off, Ramya. Yes, we will meet in the next class. Okay. Thank you, sir. Okay. Okay, sir. Thank you, sir. Okay, welcome. Thank you, sir. Okay, thank you.